الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സർവശക്തനും നമ്മുടെയും ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ചരാചരങ്ങളുടെയും സൃഷ്ടാവുമായ റബ്ബുൽ ആലമീനായ പടച്ച തമ്പുരാന്റെ എല്ലാ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പരമാവധി പുലർത്തണമെന്നും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിലേക്ക് ഏത് നിമിഷവും നമുക്ക് തിരിച്ചു പോകേണ്ടി വരും എന്ന ചിന്ത നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടി വരും എന്ന ഒരു ഓർമ്മ നാം നിലനിർത്താൻ ശ്രമിക്കണം. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ഷഅബാൻ മാസത്തിന്റെ അവസാന നാളുകളിലാണ് നാം ഉള്ളത്. യുദ്ധം ഹറാമാക്കപ്പെട്ട പവിത്രമായ മാസമായിരുന്നു റജബ് മാസം. റജബ് മാസം കഴിഞ്ഞ് ഷഅബാൻ കഴിഞ്ഞാൽ നാം എത്തിച്ചേരുന്നത് റമളാനിലാണ്. റമളാൻ എന്നതിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ കടന്നു വരുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ അവതരണം ആരംഭിച്ച മാസം എന്ന നിലക്ക് പടച്ച തമ്പുരാൻ ഒരു മാസം വ്രതാനുഷ്ഠാനം നിർദ്ദേശിക്കപ്പെട്ട മാസമാണ് റമളാൻ എന്നത് നമുക്കറിയാം. ഈ റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടി നാം പല തയ്യാറെടുപ്പുകളും നടത്താറുണ്ട്. അത് വേണ്ടതുമാണ്. കാരണം ഏതൊരു പരിപാടിയും വിജയകരമായി തീരുന്നത് അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ റമളാൻ വരുമ്പോഴേക്കും റമളാനിനെ സ്വീകരിക്കാനുള്ള ഒരു മുന്നൊരുക്കം ഒരു വിശ്വാസി നടത്തേണ്ടതുണ്ട് എന്നതൊരു സത്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ കാര്യമായും റമളാനിനെ സ്വീകരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടക്കാറുള്ളത് നമ്മുടെ വീടും പരിസരവും ഒക്കെ പരമാവധി വൃത്തിയാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യത്തിൽ മാത്രമാണ്. ചിലപ്പോൾ നനച്ചുകുളി എന്നൊക്കെ നാം പറഞ്ഞ് നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളും എല്ലാം നാം ഒന്ന് വൃത്തിയാക്കി റമളാനിനെ സ്വീകരിക്കാൻ പൊതുവെ ആളുകൾ ശ്രമിക്കാറുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ റമളാനിനെ സ്വീകരിക്കാൻ ഏറ്റവും കൂടുതൽ നാം ഒരുങ്ങേണ്ടത് മാനസികമായിട്ട് തന്നെയാണ്. കാരണം നമ്മുടെ ജീവിതത്തിലേക്ക്
ഒരു റമളാൻ കടന്നു വരിക എന്ന് പറയുന്നത് നമ്മുടെ വലിയ ഒരു സൗഭാഗ്യമാണ്. കഴിഞ്ഞ റമളാനിന്റെ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരെയും ഇന്ന് നമ്മുടെ കൂടെ നമുക്ക് കാണാൻ കഴിയില്ല എന്നതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഒരു വിശ്വാസിയുടെ മനസ്സിലെ ഒന്നാമത്തെ പ്രാർത്ഥന, റബ്ബേ അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് അതിന്റെ പവിത്രത ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് നീ ആയുസ്ത, അതിലേക്ക് നീ ഞങ്ങളെ എത്തിച്ചതാ എന്നുള്ള ഒരു പ്രാർത്ഥന നാം നടത്തിക്കൊണ്ടിരിക്കേണ്ട ഒരു സമയമാണ്. മാത്രവുമല്ല, റമളാനിനെ സ്വീകരിക്കാൻ നാം ഒരുങ്ങുക എന്ന് പറയുന്നത് തീർച്ചയായും വലിയ ഒരു ഒരുക്കം തന്നെയാണ്. ആത്മീയമായ ഒരു ഊർജം നേടിയെടുക്കാനുള്ള ഒരു മുന്നൊരുക്കവും ഒരു പ്ലാനിങ്ങും കൃത്യമായി നാം നടത്തേണ്ടതുണ്ട് എന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്കൊരുപാട് തിരക്കുകളുണ്ട്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് നമ്മിൽ ബഹുഭൂരിഭാഗം ആളുകളും. ഇതിനിടയിൽ നമ്മുടെ ശാശ്വതമായ ജീവിതത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ പലരും മറന്നുപോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകാറുള്ളത്. അവിടെയാണ് റമളാൻ നമുക്ക് വലിയ ഒരു അവസരം തുറന്നു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ റമളാനിനെ പരമാവധി മുതലെടുക്കാൻ, അതിനെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു മാനസികമായ ഒരു തയ്യാറെടുപ്പ്, ചില തീരുമാനങ്ങൾ, ചില ഒരുക്കങ്ങൾ നാം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മുടെ നിർബന്ധമായി നാം നിർവഹിക്കേണ്ട നമ്മുടെ ആരാധനാ കർമ്മങ്ങളുണ്ട്, നമസ്കാരങ്ങൾ, ഫർദ് നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ ഫർദിനോളം പ്രാധാന്യമുള്ള ഐച്ഛിക നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ. ഇതിലൊക്കെ പലപ്പോഴും നാം അമാന്തം കാണിക്കുകയോ അശ്രദ്ധ കാണിക്കുകയോ ചെയ്യുന്നവരാണ്. പക്ഷെ അല്പം ശ്രദ്ധിച്ചാൽ വലിയ പുണ്യം നമ്മുടെ അക്കൗണ്ടിലേക്ക് മുതൽക്കൂട്ടാവുന്നവയാണ് ഈ കാര്യങ്ങളൊക്കെ. പക്ഷെ പലപ്പോഴും നമുക്ക് തിരക്കിനിടയിൽ അതിനൊന്നും സമയം കിട്ടാറില്ല എന്നുള്ളതാണ്. ഇവിടെ റമളാൻ വരുമ്പോൾ എനിക്ക് എങ്ങനെ എൻ്റെ ഇബാദത്തുകൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്ലാനിങ്, അതിനു വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ നടത്തുക എന്നുള്ളത് ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പരമാവധി ജമാഅത്ത് നമസ്കാരം, അതിൽ പങ്കെടുക്കാൻ എങ്ങനെയാണ് എനിക്ക് എൻ്റെ ജോലിയെയും എൻ്റെ പ്രവർത്തനങ്ങളെയും ക്രമീകരിക്കാൻ കഴിയുക എന്നത് നാം ആലോചിക്കേണ്ടതാണ്. രാത്രിയുള്ള നമസ്കാരത്തിൽ പങ്കെടുക്കാൻ എങ്ങനെയാണ് എനിക്ക് അവസരം കിട്ടുക? എൻ്റെ ജോലിയും എൻ്റെ മറ്റ് തിരക്കുകൾക്കിടയിലും അത് കൃത്യമായി മുടങ്ങാതെ അത് നിർവഹിക്കാൻ എനിക്ക് എങ്ങനെയാണ് പ്ലാൻ ചെയ്യാൻ കഴിയുക? ഒരു നോമ്പ് പോലും നഷ്ടപ്പെടാതെ എല്ലാം നോമ്പും അനുഷ്ഠിക്കാനും വിശുദ്ധ ഖുർആനുമായി ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ആ ഖുർആൻ പാരായണം ചെയ്യാനും പഠിക്കാനും ഒക്കെ എനിക്ക് എങ്ങനെ എൻ്റെ സമയത്തെ ക്രമീകരിക്കാൻ കഴിയുമെന്ന ഒരു പ്ലാനിങ് റമളാൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ്. പ്രവാചകനെ കുറിച്ച് ഹദീസിൽ പറഞ്ഞത്, പ്രവാചകൻ റമളാൻ വരുമ്പോൾ കാറ്റടിച്ചു വീശുന്നത് പോലെ ധർമ്മിഷ്ഠനായിരുന്നു എന്ന. പ്രവാചകൻ ഒരു സമ്പന്നനായിരുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഉള്ളത് കൊടുക്കുന്നിടത്ത് പ്രവാചകൻ മുൻപന്തിയിലുണ്ടായിരുന്നു എന്നാണ് അർത്ഥം. അപ്പൊ റമളാനിൽ കൂടുതൽ ദാനധർമ്മങ്ങൾക്ക് സാധ്യതയുള്ള, അല്ലെങ്കിൽ നാം നിർവഹിക്കേണ്ട ഒരു സമയം എന്നുള്ള നിലക്ക് അതിന് എന്തെല്ലാം ഒരുക്കങ്ങൾ നമുക്ക് നടത്താൻ കഴിയും, നാം പ്ലാൻ ചെയ്യേണ്ടതാണ്. പലരും വിശ്വാസികളായ അല്പമൊക്കെ സാമ്പത്തിക ശേഷിയുള്ള ആളുകളൊക്കെ സക്കാത്ത് കണക്കാക്കാറുള്ളത്, അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്യാറുള്ളത്, നൽകാറുള്ളത് റമളാനുമായി ബന്ധപ്പെട്ടാണ്. റമളാനും സക്കാത്തും തമ്മിൽ കാലവുമായി അല്ലെങ്കിൽ സമയവുമായി ബന്ധമൊന്നുമില്ല. പക്ഷെ വർഷത്തിൽ ഒരിക്കൽ എന്നുള്ള കണക്ക് പലരും സ്വീകരിക്കാറുള്ളത് അത് തന്നെയാണ്. അവിടെയും നമ്മുടെ സമ്പത്തിന്റെ, നമ്മുടെ വരുമാനത്തിന്റെ, നമ്മുടെ ലാഭത്തിന്റെ, നമ്മുടെ ആസ്തിയുടെ ഒക്കെ കണക്ക് നോക്കി അതിന്റെ നിശ്ചിത ശതമാനം അത് പാവങ്ങൾക്ക് നിർബന്ധമായും നീക്കിവെക്കാൻ, നൽകാൻ അതിന്റെ ഒരു പദ്ധതി, ഒരു പ്ലാനിങ്, അത് റമളാൻ വരുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്, നാം ചെയ്യേണ്ടതുണ്ട്. ഇതാണ് സൂചിപ്പിച്ച റമളാനിനെ നാം സ്വീകരിക്കാൻ ഒരുങ്ങുക എന്ന് പറയുന്നത്. റമളാനിൽ റബ്ബുമായി നമുക്ക് അടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അവസരം, അത് പൂർണ്ണാർത്ഥത്തിൽ ഏതെല്ലാം രീതിയിലൂടെ നമുക്ക് വിനിയോഗിക്കാൻ കഴിയുമെന്ന് നാം സ്വയം പ്ലാൻ ചെയ്യലാണ്, അല്ലെങ്കിൽ നാം സ്വയം ചിന്തിക്കുകയാണ്.
അങ്ങനെ ഈമാനികമായി മാനസികമായി ആ പവിത്രമായ മാസത്തെ, ആ പുണ്യദിനങ്ങളെ, പുണ്യത്തിന്റെ പൂക്കാലത്തെ സ്വീകരിക്കാനുള്ള ഒരു ഒരുക്കമാണ് ഒരു സത്യവിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായും ഉണ്ടാകേണ്ടത്. കാരണം റമദാൻ എന്ന് പറഞ്ഞ ആ വാക്കിനർത്ഥം കരിച്ചു കളയുന്നത് എന്നൊരർത്ഥം അതിനുണ്ട്. നമ്മുടെ പരിസരത്ത് മാലിന്യങ്ങളും ചപ്പുചവറുകളും ഒക്കെ കുന്നുകൂടുമ്പോൾ അതൊക്കെ നാം ഒരിടത്ത് അടിച്ചുകൂട്ടി കരിച്ചു കളഞ്ഞാൽ അവിടെ വൃത്തിയായി കിട്ടും. റമദാനിന് ഹേമന്തത്തിന് ശേഷം പെയ്യുന്ന പുതുമഴ അല്ലെങ്കിൽ ആദ്യ മഴ എന്നൊരർത്ഥം കൂടി ഭാഷയിൽ കാണാൻ കഴിയും. വേനലിൽ പൊടി പുരണ്ടു കിടക്കുന്ന ഒരു പ്രദേശത്ത് നല്ലൊരു മഴ പെയ്യുമ്പോൾ ആ പൊടിയെല്ലാം അവിടെ നിന്ന് മാറി അവിടെയൊക്കെ ശുദ്ധമാകുന്ന ഒരവസ്ഥ വരും. റമദാൻ നമ്മിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മുടെ പാപങ്ങളൊക്കെ നമ്മിൽ നിന്ന് ഇല്ലായ്മ ചെയ്ത് ഒരു ശുദ്ധ മനസ്സിന്റെ ഉടമകളാകാൻ ഈ റമദാൻ നമുക്ക് പര്യാപ്തമാകേണ്ടതുണ്ട് എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. പ്രവാചകൻ ഒരിക്കൽ സഹാബിമാരോട് ചോദിക്കുന്നുണ്ട്, സഹോദരന്മാരെ, നിങ്ങൾ എന്തിനെയാണ് സ്വീകരിക്കാൻ പോകുന്നത്? എന്താണ് നിങ്ങളെ സ്വീകരിക്കാൻ വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യം ചോദിച്ചു. അപ്പോ 3 വട്ടമാണ് പ്രവാചകൻ ഈ ചോദ്യം ചോദിച്ചത്. പലരും അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലേ, പുതിയ വല്ല വഹയും ഇറങ്ങിയിട്ടുണ്ടോ? അതല്ല. അപ്പൊ റസൂല് പറഞ്ഞു, ഇല്ല. അതല്ല റസൂലെ, നമ്മെ ആക്രമിക്കാൻ ഏതെങ്കിലും ശത്രുക്കൾ തയ്യാറായി എന്ന വാർത്ത വല്ലൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? റസൂല് പറഞ്ഞു, അതുമല്ല. വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പിന്നെ എന്താണ് എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല യഗ്ഫിറു ഫി അവ്വലി ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ. ഇതാ റമളാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു, അടുത്തെത്തിയിരിക്കുന്നു. നിങ്ങൾ ആ റമളാനിനെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ തീരുമാനിച്ച ഒരു മനസ്സിന്റെ ഉടമകളാണെങ്കിൽ, അല്ലെങ്കിൽ ആ റമളാനിലൂടെ നിങ്ങൾക്ക് എല്ലാ പുണ്യങ്ങളും നേടിയെടുക്കണമെന്ന ഒരു നിയ്യത്തോടു കൂടി നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ, റമളാനിന്റെ ആദ്യ രാത്രി തന്നെ റബ്ബ് നിങ്ങൾക്ക് ഒരുപാട് പാപങ്ങൾ റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. ലികുല്ലി അഹ്ലി ഹാദിഹിൽ ഖിബ്ല, ഈ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളായ ആളുകൾക്കൊക്കെ ആ ആനുകൂല്യം ലഭിക്കാൻ പോകുന്നു. അഥവാ റമളാനിന്റെ മനസ്സുമായി, റമളാനിന്റെ മുഴുവൻ ഗുണങ്ങളും എനിക്ക് കിട്ടണമെന്ന നിയ്യത്തുമായിട്ടാണ് നിങ്ങൾ റമളാനിലേക്ക് അങ്ങ് പ്രവേശിക്കുന്നത് എങ്കിൽ, അതിന്റെ ആദ്യ രാത്രി തന്നെ റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരാൻ വലിയ ഒരു ഓഫർ തരുന്നു എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരെ പറഞ്ഞത്, പഠിപ്പിച്ചത്. സഹാബിമാരോട് ഒരിക്കൽ പ്രവാചകൻ പറയുന്നുണ്ട്, ലൗ യഅലമുൽ ഇബാദു മാ ഫി റമളാൻ, റമളാനിന്റെ മഹത്വവും അതിൽ നിന്ന് വിശ്വാസിക്ക് ലഭിക്കാവുന്ന പുണ്യവുമൊക്കെ ഒരു വിശ്വാസി യഥാർത്ഥ രൂപത്തിലെങ്ങാനും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ലതമന്നതു ഉമ്മത്തി അൻ തകൂന സനത്തു കുല്ലുഹാ റമളാൻ, എന്റെ ഈ ഉമ്മത്ത് ആഗ്രഹിച്ചു പോവുക എല്ലാ ദിവസവും റമളാനായിരുന്നെങ്കിൽ എന്നാണ്. അത്രമാത്രം വലിയ മഹത്വവും മഹത്തരമായ പ്രതിഫലം ലഭിക്കാനിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് വാരിക്കൂട്ടാവുന്ന ഒരു മാസമാണ് നമ്മുടെ കൺമുമ്പിൽ, നമ്മുടെ മുന്നിലെത്തി നിൽക്കുന്നത് എന്നാണ് ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. റമളാനെ നാം സ്വീകരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നമസ്കാരത്തിന്റെ കാര്യത്തിലും, നമ്മുടെ മറ്റ് ഇബാദത്തുകളുടെ കാര്യത്തിലും, നമ്മുടെ ദാനധർമ്മത്തിന്റെ കാര്യത്തിലും, നമ്മുടെ ഈമാനിന്റെ കാര്യത്തിലുമൊക്കെ പൂർണ്ണമായ ഒരു വിശ്വാസിയുടെ, ഒരു മുത്തഖിയുടെ മനസ്സോടുകൂടി നാം റമളാനെ സ്വീകരിക്കുന്നുവെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ, റമളാനിലെ ആദ്യ രാത്രി ആകുന്നതോട് കൂടി തന്നെ നളറല്ലാഹു ഇലൈഹി, അല്ലാഹു അവന്റെ അടിമയെ കടാക്ഷിക്കും, അല്ലാഹു അടിമയിലേക്ക് നോക്കും. വമൻ നളറല്ലാഹു ഇലൈഹി ലം യുഅദ്ദിബുഹു അബദ. ഇത്തരം ഒരു മനസ്സുമായി റമളാനിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയെ അല്ലാഹു കടാക്ഷിക്കുന്ന പക്ഷം പിന്നീട് അവനെ അല്ലാഹു ശിക്ഷിക്കുന്നതേ അല്ല എന്ന്. അഥവാ നാം മാനസികമായി ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ, മാനസികമായി നാം റമളാനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, റമളാന്റെ എല്ലാ പുണ്യത്തിനും ആവാഹിക്കാനുള്ള ഒരു
മാനസികമായ തയ്യാറെടുപ്പ് നാം നടത്തിയിട്ടുണ്ടെങ്കിൽ റബ്ബ് നമ്മെ സ്വീകരിക്കുകയും നമ്മെ ശിക്ഷിക്കുകയില്ല എന്ന തീരുമാനമെടുക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്. റമളാന്റെ മഹത്വത്തെ കുറിച്ച് നാം പലപ്പോഴും കേട്ട വളരെ പ്രസിദ്ധമായ പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ടല്ലോ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കാൻ വേണ്ടി, പ്രസംഗിക്കാൻ വേണ്ടി അവിടുത്തെ മിമ്പറിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഒന്നാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചതിന് ശേഷം റസൂൽ ആമീൻ എന്ന് പറഞ്ഞു. പിന്നീട് ഒരു സെക്കൻഡ് നിന്നതിന് ശേഷം രണ്ടാമത്തെ പടിയിലേക്കും കാലെടുത്ത് വെച്ചു റസൂൽ. അപ്പോഴും റസൂൽ ആമീൻ എന്ന് പറഞ്ഞു. മൂന്നാമത് മിമ്പറിലേക്ക് എത്തിയപ്പോഴും അവിടെ നിന്ന് റസൂൽ ആമീൻ എന്ന് പറഞ്ഞു. ഒരു അസ്വാഭാവികമായ, സാധാരണ ഇല്ലാത്ത പ്രവാചകന്റെ ഒരു ആമീൻ. സഹാബിമാർ ചോദിച്ചു പിന്നീട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ 3 പ്രാവശ്യം ആമീൻ പറഞ്ഞത് എന്ന് ഖുത്ബ കഴിഞ്ഞതിന് ശേഷം റസൂലിനോട് അന്വേഷിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച് കൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ന ജിബ്രീല ഇസ്തഖ്ബലനി ഹീന വളഅതു റിജ്ലയ്യ അല ദറജത്തിൽ ഊല. ഞാൻ മിമ്പറിന്റെ ആദ്യ ചവിട്ടുപടിയിൽ കയറി നിന്നപ്പോൾ ജിബ്രീൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തി. എന്തായിരുന്നു ആ പ്രാർത്ഥന എന്നറിയുമോ? മൻ അദ്റക അബവൈഹി ഔ അഹദഹുമ. ആർക്കെങ്കിലും വൃദ്ധരായ മാതാപിതാക്കളെ പരിചരിക്കാൻ അവസരം കിട്ടി, അല്ലെങ്കിൽ വൃദ്ധരായ ഉമ്മയെയോ ഉപ്പയെയോ നോക്കാൻ അവസരം കിട്ടി, എന്നിട്ടും അവസരം കിട്ടിയിട്ടും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതെ വലം യൂഫർ ലഹു, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാത്ത ഒരു അവസ്ഥയാണ് വരുന്നത് എങ്കിൽ അള്ളാഹു അവനെ സത്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ നന്മയിൽ നിന്ന് അകറ്റിക്കളയട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം, മാതാപിതാക്കൾ, വൃദ്ധരായ മാതാപിതാക്കളുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിലുണ്ടായിട്ട്, അല്ലെങ്കിൽ മാതാവിന്റെയോ പിതാവിന്റെയോ സാന്നിധ്യം ഉണ്ടായിട്ട്, എന്നിട്ടും നമ്മുടെ പാപങ്ങളൊന്നും പൊറുക്കപ്പെട്ടില്ല, നമ്മൾ വീണ്ടും പാപികളായി മാറുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയുമോ? ആ മാതാപിതാക്കളെ നാം അവഗണിച്ചു എന്നുള്ളതാണ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ ആ മാതാപിതാക്കളെ സംരക്ഷിച്ചാൽ മാത്രം മതി. നമുക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു വലിയൊരു സുവർണാവസരമാണ് നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ സ്വന്തം മാതാവും പിതാവും, പ്രത്യേകിച്ച് അവർ വൃദ്ധരായാൽ എന്നുള്ള ഒരു മെസ്സേജാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അതുണ്ടായിട്ടും ഒരാൾ നരകത്തിലാണ് എത്തുന്നത് എങ്കിൽ പിന്നെ അവന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല എന്നായിരുന്നു പ്രവാചകൻ പറഞ്ഞതിന്റെ ആ താല്പര്യം. രണ്ടാമത്തെ ചവിട്ടുപടിയിൽ വെച്ച് പ്രവാചകൻ ആമീൻ പറഞ്ഞതിനെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ പറഞ്ഞത്, ഒരാൾക്ക് റമളാൻ എത്തിക്കഴിഞ്ഞു, മൻ അദ്റക ശഹ്റ റമളാൻ, റമളാനിൽ ജീവിക്കാൻ ഒരാൾക്ക് അവസരം അല്ലാഹു ആയുസ് തന്നു. എന്നിട്ട് റമളാൻ കഴിഞ്ഞു പോകുന്ന സമയത്തും ഫലം യുഗ്ഫറ ലഹു, അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത ഒരു പാപം പോലും പൊറുക്കപ്പെടുകയുണ്ടായില്ല. ഷഅബാനിൽ എന്തായിരുന്നോ അവന്റെ പാപത്തിന്റെ ഗ്രാഫ്, അവിടെ തന്നെയാണ് റമളാൻ കഴിഞ്ഞ് ശവ്വാലിലെത്തിയപ്പോഴും അവന്റെ പാപങ്ങളുടെയും തെറ്റുകളുടെയും നിലവാരം എന്നതാണ് സ്ഥിതിയെങ്കിൽ അവന് പിന്നെ ഒരു രക്ഷയുമില്ല, അവനും നശിച്ചു പോകട്ടെ എന്നായിരുന്നു ജിബ്രീലിന്റെ പ്രാർത്ഥന. പ്രവാചകൻ ആമീൻ പറഞ്ഞത് അതിനാണ്. മൂന്നാമത്തെ പ്രാർത്ഥന ജിബ്രീൽ പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു: ഫലമ്മാ സഅയ്തു ഇല സാലിസ വമൻ ദുക്കിറത ഇൻദഹു ഫലം യുസല്ലി അലൈഹി. പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് ആ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ബാധ്യതയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ ആ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കാത്തവർ, സലാത്ത് ചെല്ലാത്തവർ, അവരെയും അള്ളാഹു സ്വർഗത്തിൽ നിന്ന് അകറ്റട്ടെ എന്നായിരുന്നു പ്രാർത്ഥന. അപ്പൊ ഈ 3 ഗൗരവമുള്ള കാര്യങ്ങൾ, അതിൽ രണ്ടാമത്തെ കാര്യമായി ജിബ്രീൽ പ്രാർത്ഥിച്ചത് റമളാൻ എന്ന് പറയുന്ന ഒരു സുവർണാവസരം ഉണ്ടായിട്ട് അത് നഷ്ടപ്പെടുത്തിയവനെ കുറിച്ചാണ്. ഈ കൂട്ടത്തിൽ നാം ഒരിക്കലും പെട്ടുപോകരുത് എന്നുള്ളതാണ് നാം ഈ സമയത്ത് തീരുമാനിക്കേണ്ട തീരുമാനം. റബ്ബ് നമുക്ക് വലിയൊരു അവസരമാണ് തരുന്നത്. നമ്മുടെ ഏത് പാപങ്ങളും പൊറുക്കപ്പെടാവുന്ന ഒരു അവസരം. നാം ചെയ്യുന്ന
കർമ്മങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഇരട്ടി പ്രതിഫലത്തിന്റെ ഓഫർ തരുന്ന ഒരു മാസം. നമുക്ക് സ്വയം നന്നാകാനുള്ള ഒരു അവസരം. പലരും പല ദുശ്ശീലങ്ങളും മാറ്റാൻ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ അവർക്ക് വലിയ ഒരു പരിശീലനമാണ് റമദാൻ മാസം. പുകവലിക്കുന്നവർ, പുകവലി ദോഷമല്ലാതെ ചെറിയൊരു ഗുണം ആർക്കെങ്കിലും കിട്ടിയാലും അതിന്റെ 10 മടങ്ങ് ദോഷമാണ് ഒരാൾക്കത് സമ്മാനിക്കുന്നത് എന്നതാണ് സത്യം. അവന്റെ കരളിനെയും അവന്റെ ശ്വാസകോശത്തെയും വളരെ ഗുരുതരമായി ബാധിക്കുന്നതാണ് പുകയില, അതിലെ നിക്കോട്ടിൻ എന്ന് പറയുന്നത്. ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളെ എളുപ്പത്തിൽ ക്ഷണിച്ചു വരുത്തുന്ന ഒരു വലിയ ഒരു വിപത്ത് തന്നെയാണ് സ്മോക്കിംഗ്, പുകവലി എന്ന് പറയുന്നത്. അത് ചില പണ്ഡിതന്മാർ അത് ഹറാമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ വ്യക്തമായിട്ട് അത് ഹറാമല്ല എന്ന് പറയുന്നവരും ഉണ്ട്. ഏതായാലും അതിന്റെ ആരോഗ്യപരമായ വശം പരിശോധിച്ചാൽ അത് ജീവിതത്തിൽ ഒഴിവാക്കേണ്ടത് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പുകവലിയെ പോലെയുള്ള ദുശ്ശീലങ്ങളൊക്കെ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു പരിശീലനം തീർച്ചയായും റമദാൻ മാസത്തിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. 10-13 മണിക്കൂർ പുകവലിക്കാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനുശേഷമുള്ള സമയവും അല്പമൊന്ന് ശ്രമിച്ചാൽ 1 മാസം കൊണ്ട് നമുക്ക് പുകവലിയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പലപ്പോഴും സൈക്കോളജിസ്റ്റുകൾ പറയാറുള്ളത്, ഒരു 3 ആഴ്ചക്കാലം 10-22 ദിവസത്തോളം ഒരു പ്രവൃത്തി സ്ഥിരമായി ഒരാൾ ചെയ്താൽ അത് അയാൾക്ക് തുടർന്ന് കൊണ്ടുപോവാൻ യാതൊരു തരത്തിലുള്ള പ്രയാസവും അനുഭവപ്പെടുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റമദാൻ വരുമ്പോൾ പുകവലി എന്ന ദുശ്ശീലമുള്ള ആളുകൾക്ക് തീരുമാനിക്കാവുന്നതാണ്. അവർ എടുക്കേണ്ടതുമാണ്. ഈ റമദാനോടുകൂടി എന്റെ ജീവിതത്തിൽ നിന്ന് അത്തരം ഒരു ദുശ്ശീലം ഞാൻ ഒഴിവാക്കുമെന്നുള്ളത്. ഇതുപോലെ റമദാൻ എന്ന് പറയുന്നത് നാം പലപ്പോഴും പറയാറുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകാറുള്ള ഒരു സംഗതി. നോമ്പ് എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കിയിട്ടുള്ളത്, നാം കണക്കാക്കാറുള്ളത് അതിന്റെ ഭൗതികമായ ഒരു ഭാഗം മാത്രമാണ്. നോമ്പ് മുറിയാനുള്ള കാരണം തീറ്റയും കുടിയും അല്ലെങ്കിൽ ലൈംഗിക ബന്ധവും ഒക്കെയാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നോമ്പിലൂടെ ഉദ്ദേശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വളരെ വ്യക്തമായി പ്രവാചകൻ പറയുന്നുണ്ട്. മല്ലം യദ ഖൗല الزൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദ തഅമഹു വശറാബഹു. ഒരാൾ ചീത്ത സംസാരം മാറ്റി നിർത്തുന്നില്ലെങ്കിൽ, ചീത്ത പ്രവർത്തനങ്ങൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ അവൻ നോമ്പനുഷ്ഠിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന. അവൻ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കിയത് കൊണ്ട് റബ്ബിനൊരു താല്പര്യവുമില്ല, അവനൊരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല ഈ 2 കാര്യങ്ങൾ കൂടി ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ. അപ്പൊ റമദാൻ നമുക്ക് തരുന്നത് ഒരു പരിശീലനമാണ്. എന്തിന്റെ പരിശീലനം? നമ്മുടെ നാവ് നിയന്ത്രിക്കാനുള്ള ഒരു പരിശീലനമാണത്. നമ്മുടെ കൈകാലുകളെ നിയന്ത്രിക്കാനുള്ള ഒരു പരിശീലനമാണ്. നാവ് നിയന്ത്രിച്ചാൽ സ്വർഗം പകുതി നമുക്ക് ഉറപ്പാണ്. റസൂല് പറയുന്നുണ്ടല്ലോ, മൻ യദ്മനു ലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മനു ലഹു ജന്ന. ആരെങ്കിലും എനിക്ക് ഉറപ്പ് തരുമോ, അവന്റെ 2 താടികൾക്ക്, മേൽത്താടിയുടെയും കീഴ്ത്താടിയുടെയും ഇടയിലുള്ള 2 താടിയെല്ലുകൾക്കിടയിലുള്ള ഒരു അവയവമുണ്ട്, അഥവാ നാവ്. അതിനെ സൂക്ഷിക്കാം, അതിനെ കൺട്രോൾ ചെയ്യാമെന്ന് ആരെങ്കിലും എനിക്ക് ഉറപ്പ് തരുമോ? വമാ ബൈന റിജ്ലൈഹി, അവന്റെ 2 കാലുകൾക്കിടയിലുള്ള അവന്റെ ലൈംഗിക അവയവം, അതിനെ അവിഹിതമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയില്ല, അത് അള്ളാഹു വിലക്കിയതിന് ഉപയോഗിക്കില്ല എന്ന് ആരെങ്കിലും എനിക്ക് ഉറപ്പ് തന്നാൽ അദ്മനു ലഹു ജന്ന, അവന് സ്വർഗം ഞാൻ ഉറപ്പ് നൽകാമെന്ന്. അഥവാ സ്വർഗം കിട്ടാനുള്ള 2 ഉറപ്പ് റസൂൽ ചോദിച്ചതിൽ ഒന്ന് നാവാണ്. ഈ നമ്മുടെ നാവ് കൊണ്ട് നാം സംസാരിക്കുന്നതും പറയുന്നതും എന്തൊക്കെയാണ് എന്ന് പലപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ പോലും പറ്റാറില്ല. നാം പറയുന്നതും പറയാവുന്നതും പറയാൻ പാടില്ലാത്തതും പറ്റുന്നതും ഒക്കെ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതിലേക്ക്, മറ്റുള്ളവരെ അകാരണമായി ആക്ഷേപിക്കുന്നതിലേക്ക്, മറ്റൊരുത്തന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന വാക്കുകൾ സംസാരിക്കുന്നിടത്തൊന്നും പലപ്പോഴും നമുക്ക് നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റാറില്ല. ഇവിടെ റമദാനിലൂടെ നമുക്ക് കിട്ടേണ്ട, റമദാൻ വരുമ്പോൾ തന്നെ നാം തീരുമാനിക്കേണ്ടത്, ഈ റമദാനിലൂടെ എന്റെ സംസാരത്തെ ഞാൻ റബ്ബിന് ഇഷ്ടപ്പെട്ട ഒരു സംസാരമാക്കി മാറ്റും. എന്റെ നാവ് കൊണ്ട്
റബ്ബ് വിലക്കിയ കാര്യങ്ങൾ സംസാരിക്കാതെ കൺട്രോൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കും എന്നുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിഞ്ഞാൽ, എന്റെ കൈകാലുകൾ കൊണ്ട് റബ്ബ് വിലക്കിയ ഒരു പ്രവൃത്തിയിലേക്കും ഞാൻ പോവില്ല എന്നൊരു തീരുമാനം നമുക്ക് അഡ്വാൻസ് ആയിട്ട് എടുക്കാൻ കഴിഞ്ഞാൽ, അങ്ങനെ ഒരു പ്ലാനിങ്ങോട് കൂടി റമളാനെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ, തീർച്ചയായും അർത്ഥവത്തായ ഒരു റമളാനായി നമ്മുടെ മുമ്പിലുള്ള റമളാനിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. അത്തരം റമളാനിനെ സ്വീകരിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടാൻ നാം ശ്രമിക്കുക. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ഒരു വചനം ഇറക്കി. അതിങ്ങനെയാണ്: യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാമു, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമൂഹങ്ങൾക്കും ഈ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നു. അതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മാലുക്കളാകാൻ വേണ്ടിയാണ് ഈ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്. ഇതാണ് വിശുദ്ധ ഖുർആനിൽ നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനം എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നോമ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉപവാസം എന്ന് പറയുന്ന ഒരു പ്രക്രിയ, അത് മുസ്ലിം ഉമ്മത്തിന് മാത്രം അള്ളാഹു നിശ്ചയിച്ച ഒരു ആരാധനാ കർമ്മം അല്ല എന്നുള്ളതാണ്. ലോകത്ത് വന്ന പ്രവാചകന്മാരൊക്കെ, പ്രമുഖ പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആൻ പറയുന്നിടത്തൊക്കെ ആ പ്രവാചകന്മാരൊക്കെ വ്രതാനുഷ്ഠാനം നടത്തിയിരുന്നതായി, നോമ്പ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നോമ്പ് അനുഷ്ഠിച്ചതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തറിയപ്പെടുന്ന ഏതൊരു മതത്തിലും ഉപവാസം അല്ലെങ്കിൽ ഒരു നിശ്ചിത വേള ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്ന രീതി, ചിലപ്പോൾ അതിലൊക്കെ പുരോഹിതന്മാരും പാതിരിമാരും സന്യാസിമാരും ഒക്കെ പല വെള്ളം ചേർത്തുകൊണ്ട് അവർക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക് അതിനെ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ചിലർക്ക് മാംസം മാത്രം ഒഴിവാക്കിയാൽ മതി, ചിലർക്ക് മറ്റു ചില വസ്തുക്കൾ മാത്രം ഒഴിവാക്കിയാൽ മതി, ലഹരി വസ്തുക്കൾ മാത്രം ഒഴിവാക്കിയാൽ മതി, ചിലർക്ക് മാംസവും മത്സ്യവും ഒഴിവാക്കിയാൽ മതി, ചിലർക്ക് വളരെ കുറഞ്ഞ സമയം മതി. അങ്ങനെ പലതരത്തിലുള്ള ഉപവാസങ്ങളും അതേപോലെ തന്നെ വ്രതാനുഷ്ഠാനങ്ങളും ഒക്കെ വിവിധ മതങ്ങളിൽ കാണാൻ കഴിയും. മതങ്ങൾ മാത്രമല്ല, മറ്റു ഭൗതിക പ്രസ്ഥാനങ്ങൾ പോലും, രാഷ്ട്രീയ സംവിധാനങ്ങളിലുള്ള ആളുകൾ പോലും ഉപവാസം എന്നതിനെ ഒരു സമരപ്രക്രിയയായിട്ട് പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലം ഇക്കാലത്തല്ല എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. പട്ടിണി കിടന്ന് പ്രതിഷേധിക്കുന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഉപവാസം അല്ലെങ്കിൽ നോമ്പ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ അത് മുൻകാലത്തും ഉണ്ടായിരുന്നു എന്ന് ഖുർആൻ സൂചിപ്പിച്ചത് അത് ഇന്നും നമുക്ക് അനുഭവമാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞതിൽ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മാലുക്കളാകാൻ വേണ്ടിയാണ് ഈ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നത് എന്നാണ്. അവിടെയാണ് നാം ഓർക്കേണ്ടത്. നാം ഒരു റമളാനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സ് അത് പ്യൂരിഫൈ ചെയ്യേണ്ടതുണ്ട്, അത് വൃത്തിയാവേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിൽ പടച്ചവനെ കുറിച്ചുള്ള തെക്കുവ അല്ലെങ്കിൽ പടച്ചവനെ എപ്പോഴും സൂക്ഷിക്കണം, പടച്ചവൻ പറഞ്ഞതിനപ്പുറത്തേക്ക് എൻ്റെ വാക്കും എൻ്റെ പ്രവൃത്തിയും കടന്നു പോകരുത് എന്നുള്ള ഒരു സൂക്ഷ്മതാ ബോധം അത് ഉണ്ടാകുമ്പോഴാണ് നാം ഒക്കെ യഥാർത്ഥ നോമ്പുകാരായി തീരുക എന്ന് നാം ഓർക്കുക. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നോമ്പുകാരായി തീരണമെന്ന ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് റമളാനിനെ നാം സ്വീകരിക്കാൻ ഒരുങ്ങേണ്ടത്. മാനസികമായ റമളാനിന്റെ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും പുണ്യങ്ങളും അത് പൂർണ്ണമായും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അള്ളാഹുവെ അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, ഞങ്ങളെ നീ റമളാനിലേക്ക് എത്തിക്കണം. ആ റമളാനിനെ സ്വീകരിച്ച് അതിന്റെ മഹത്വം ഉൾക്കൊള്ളാൻ പ്രാപ്തരായ ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം എന്നുള്ള പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടാവണം. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികളായ നമ്മുടെ ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. സ്ഥിരമായി നമ്മുടെ പള്ളിയിൽ വരുന്ന പല സഹോദരന്മാർക്കും
ഈ ആഴ്ച അടക്കം പള്ളിയിൽ വരാൻ കഴിഞ്ഞിട്ടില്ല, അവരൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും അള്ളാഹു പൂർണ്ണമായും ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മയും അവരെയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും റബ്ബ് നമ്മെ ഏവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ സഹോദരന്മാരെയും റബ്ബ് കാത്ത് രക്ഷിക്കുമാറാവട്ടെ. വിവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാവട്ടെ. اللهم والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار وأدخلنا الجنة يا أرحم الراحمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.